നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് നന്ദുവും നവീനും കൂടെ സംസാരിക്കുകയാണ്. ആ സമയത്ത് നവീൻ നന്ദുവിനോട് ചോദിച്ചു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചേട്ടെ, നന്ദുവിന് എന്താ വിവാഹത്തോട് താല്പര്യം ഇല്ലെന്ന് ചോദിച്ചു. ഈ സമയം നന്ദു പറഞ്ഞു, അത് പിന്നെ താല്പര്യം ഇല്ലെന്ന് ചോദിച്ചാ അങ്ങനെ അത്ര വലിയ അമിത താല്പര്യവും കാര്യങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ. അല്ല നന്ദു ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടോ? ഏയ് ഇപ്പൊ തൽക്കാലത്തേക്കില്ല എന്ന് പറയണ. ഓ അപ്പൊ പ്രേമവിവാഹത്തോടാണോ അറേഞ്ച്ഡ് മാരേജിനാണോ താല്പര്യം? അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. അതിനൊക്കെ ശേഷം മാത്രമേ വിവാഹം എന്താണെങ്കിലും ഉണ്ടാകത്തുള്ളൂ. അല്ലെ തന്നെ നവീനേട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് തൻ്റെ ഇടം വേണമെന്നൊക്കെ എല്ലാരും പറയും. പക്ഷേങ്കിൽ കുടുംബത്തിലേക്ക് തൻ്റെ ഇടയായിട്ടൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പെണ്ണുങ്ങൾ തന്നെയാ സമ്മതിക്കാത്ത. എല്ലാത്തിനും കാരണം പെണ്ണുങ്ങൾ തന്നെയാ. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അതെ അതിന് ഉത്തമ ഉദാഹരണം എന്റെ അമ്മ തന്നെയാണ്. അമ്മ പറയും തൻ്റെ ഇടമുള്ള പെൺകുട്ടികൾ വേണമെന്ന്. പക്ഷെ കുടുംബത്തിലേക്ക് അങ്ങനെ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് അമ്മ എന്താണെങ്കിലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയണ. അങ്ങനെ സംസാരിക്കണ സമയത്ത് നവീന് ഇറക്കിക്കൊണ്ടു പോകാൻ വന്ന, ജാമ്യത്തിൽ ഇറക്കാൻ വന്ന പ്രതിയെ കൊണ്ട് കോൺസ്റ്റബിൾ അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അയാൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നന്ദു പറഞ്ഞു, ദേ സൂക്ഷിച്ചും കണ്ടുമൊക്കെ നടന്നു കേട്ടോ, താൻ ചെയ്ത അത്ര നല്ലതൊന്നും അല്ല. പിന്നെ നവീനേട്ടൻ വന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യത്തിലെടുക്കാൻ വന്നോണ്ട് മാത്രം തന്നെ ഞാൻ പുറത്തു വിടുന്നു. പിന്നെ ഒരു കാര്യം, ആ ആക്സിഡന്റിൽ പെട്ട അവരുടെ ആൾക്കാരെ ഇത്തിരി ബന്ധുവിലെ ആൾക്കാരേക്ക് കൂടുതലുള്ളവരാ. അപ്പൊ ഒന്ന് സൂക്ഷിച്ചും കണ്ടാൽ നടന്നാൽ തനിക്കുള്ള എന്നൊക്കെ പറഞ്ഞ് ഒരു താക്കീത് ചെയ്യുവാണ്. ശരിയെന്ന് പറയണ. അങ്ങനെ ഒടുവില് നവീന് യാത്ര പറഞ്ഞു പോയി. ഈ സമയത്ത് നന്ദു ഇങ്ങനെ ആലോചിച്ചു. അനിയെക്കുറിച്ച് നന്ദുവിന്റെ മനസ്സിലേക്ക് വരുവാണ്. താന് നവീനേട്ടനോട് പറഞ്ഞ കള്ളത്തരമാണ്. തന്റെ മനസ്സിൽ അനിയുണ്ട് എന്നൊരു ചിന്ത നന്ദുവിന്റെ മനസ്സിലേക്ക് വന്നു. ഇതേ സമയം നവ്യയുടെ അടുത്തേക്ക് ജലജ വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, ഇവിടെ നടക്കുന്ന വല്ല അറിയുന്നുണ്ടോ? ഇപ്പൊ നിന്റെ ഇളയമ്മായും കൂടെ മൂത്തമ്മയുടെ കൂടെ കൂടിയിരിക്കുക. കാരണം അവളുടെ മരുമോള് ശരിയല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞ ഉടനെ അവള് കാലുവാരിപ്പണി കാണിച്ചിരിക്കുക. ഇപ്പൊ ഇവിടെ രണ്ടടുപ്പല്ല പുകയുന്നത്, ഒരടുപ്പാന്ന് പറയണ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവ്യ അങ്ങ് ചാടി എഴുന്നേറ്റു. അതെ, ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, അവരുണ്ടാക്കുന്നുവെന്ന് എനിക്ക് വേണ്ടാന്ന് പറയണ. അത് കേട്ടപ്പോ ജലജയ്ക്ക് സന്തോഷമായി. അല്ലെങ്കിലും അവർക്ക് നമ്മളെ കാണത്തില്ലോ, പിന്നെ എന്തിനാ അവരുണ്ടാക്കുന്നതൊക്കെ നമ്മള് കഴിക്കുന്നേ. ഇനി മുതല് അമ്മ എനിക്ക് വേണ്ടി പാചകം ചെയ്ത് തന്നാൽ മതി. അത്യാവശ്യം പച്ചക്കറി അരിയാനും പിടിക്കാനും ഒക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അമ്മ എനിക്ക് ഉണ്ടാക്കി പെറുക്കി തന്നാൽ മതി. ഇച്ചിരി ടേസ്റ്റ് കുറവാണെങ്കിലും ഞാൻ അതങ്ങോട്ട് സഹിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മോളൊരു കാര്യം ചെയ്യാം, എന്നോടൊപ്പം അടുക്കളയിലേക്ക് വാ, അവിടെ വന്ന് മോളിത് പറയണം, നിങ്ങൾ ഉണ്ടാക്കുന്നൊന്നും എനിക്ക് വേണ്ടാന്ന്. അത് കേട്ടപ്പോ നവ്യ പറഞ്ഞു, ഞാൻ പറയാമേ, അല്ലെങ്കിലും ഇനിയിപ്പം ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ തീരുമാനിച്ചു, എന്തിനാ ഞാൻ അവരുടെയൊക്കെ ഇഷ്ടത്തിന് ജീവിക്കുന്നേ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, അതെ എന്റെ മോൻ ജയിലില്ല, എന്നിട്ടോ അവരാരെങ്കിലും തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നവ്യ പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം. ഞാനാണെങ്കിൽ ഒരിത്തിരി ഇറക്കം കുറഞ്ഞ ഡ്രസ്സ് ഇട്ടെന്ന് പറഞ്ഞ് ഇവിടെ എന്തൊക്കെ ഭൂകമ്പം ഉണ്ടാക്കിയതാ ഇവിടെയുള്ള എല്ലാരും കൂടെ. ഇനിയിപ്പം ഞാൻ അങ്ങനെയൊന്നുമില്ല, എന്റെ ഇഷ്ടത്തിന് ജീവിക്കാനാ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ജലജ പറഞ്ഞു, മോൾ അങ്ങനെ ജീവിച്ചോ, ഒരു കാര്യം ചെയ്യ, മോൾക്ക് പരസ്യത്തിൽ അഭിനയിക്കാൻ പോണെങ്കിൽ മോൾ അങ്ങനെയും പോയിക്കോ. ഞാൻ അന്ന് ഒരിറക്കം കുറഞ്ഞ് ഡ്രസ്സ് ഇട്ട് പരസ്യത്തിൽ അഭിനയിക്കാൻ പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ എന്തൊക്കെയാ പ്രശ്നങ്ങളാ അനന്തമൂർത്തിയൊക്കെ ഉണ്ടാക്കിയത്. ഇനി അത് ചോദിക്കാനും പറയാനും വരട്ടെ. അമ്മയും അബിയും പോലും എന്നെ എതിർത്തതാ. ഇനിയിപ്പൊ അങ്ങനെ ഒന്നും എതിർക്കില്ല മോളെ. അബി ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും അബിക്ക് ഇനിയിപ്പൊ ജോലി ഉണ്ടാവോന്ന് അറിയത്തില്ല. അപ്പൊ പിന്നെ നിനക്കും കുഞ്ഞിനും ഒക്കെ ജീവിക്കണ്ടേ? അതേമ്മ ജീവിക്കണം. പക്ഷേങ്കില് ഞാനിപ്പോ അതൊന്നും വേണ്ടാന്ന് വെച്ചിരുന്ന എന്റെ കുഞ്ഞിനെ ഓർത്തിട്ടാ. അതിനെ ഓർത്ത് മോള് വിഷമിക്കണ്ട. കുഞ്ഞിന്റെ കാര്യമൊക്കെ ഞാൻ നല്ല ഭംഗിക്ക് നോക്കിക്കോളാം. എനിക്കറിയാൻ നോക്കാനായിട്ട്. നീ പോയിക്കോ, നീ പരസ്യത്തിൽ അഭിനയിക്കാനോ എവിടെ വേണേലും പോയിക്കോ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ കുടുംബത്തിലെ എല്ലാരെയും നമ്മളെ എതിർക്കുക. അപ്പൊ പിന്നെ നമ്മളെന്തിനാ അവരുടെ മുന്നിൽ ഓശാനിച്ച് നിൽക്കേണ്ട കാര്യമുണ്ടോ? അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നവി പറഞ്ഞു, ശരി അമ്മ വാ, ഞാൻ എല്ലാത്തിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ജലജയെ വിളിച്ചോണ്ട് നേരെ അടുക്കളയിലേക്ക് പോവാണ്. ഈ സമയം ദേവയാനിയും നയനെ അടുക്കളയിലുണ്ടായിരുന്നു. അങ്ങനെ നവ്യയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് നവ്യ വന്നിട്ട് പറഞ്ഞു, അതെ ഇനി ഈ വീട്ടില് ഒരടുപ്പ് പുകയണ്ട, രണ്ടടുപ്പ് വേണമെന്ന് പറയണ. അത് കേട്ടപ്പോ ദേവേനെ ചോദിച്ചു, നീ എന്തൊക്കെയാ നവ്യ പറയണെന്ന് ചോദിക്കുവാണ്. അതെ, നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമൊന്നും എനിക്ക് വേണ്ട. എന്റെ അബി ജയിലിലല്ലേ, ജയിലിലെ ആഹാരമല്ലേ കഴിക്കണേ. അതുകൊണ്ട് എനിക്കും അമ്മയ്ക്കും ഒക്കെ ഉള്ളത് ഞങ്ങൾ ഉണ്ടാക്കി കഴിച്ചോളാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി എന്താ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ പറയണേ? ദേ നീ കൂടുതലൊന്നും പറയല്ലെന്ന് പറയണ. ദേവേനി പറഞ്ഞു, നവ്യേ നീ വെറുതെ വാശി പിടിക്കേണ്ട കാര്യമില്ല. വാശി പിടിക്കുന്നോ ഞാനോ? എന്റെ ഭർത്താവിനെ നിങ്ങൾ ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ലോ, പിന്നെ ഞാൻ എന്തിനാ നിങ്ങൾ ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ കഴിക്കുന്നത്? അതിന്റെ ആവശ്യമില്ലെന്ന് പറയണ.
ആ സമയത്ത് ദേവേനി പറഞ്ഞു, ദേ നവീൻ നീ പ്രശ്നം ഉണ്ടാക്കല്ല, ഇന്ന് നവീൻ ഇവിടെ വരുന്ന ദിവസമാ. വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലോ. ഹോ, നവീൻ വരുമ്പോ ഞാൻ ഒന്നും മിണ്ടാതിരിക്കണോ അല്ലേ? അല്ല, ഞാൻ എന്തിനാ അവനെ ബഹുമാനിക്കുന്നേ? അതിന്റെ ആവശ്യം എന്താ? അബിയുടെ കേസ് ഏറ്റെടുക്കാമെന്ന് ചോദിച്ചോണ്ട് ഞാൻ അവന്റെ അടുത്ത് എന്നാ, അപ്പൊ അവന് പറ്റില്ല പോലും. പക്ഷേങ്കില് ഇവിടുത്തെ ഇളയ കൊച്ചുമാനെ രക്ഷിക്കാനായിട്ട് അവനല്ലേ മുന്നിട്ടിറങ്ങിയത്. എന്നിട്ടോ ഞാനൊരു കേസ് കൊടുത്തു കഴിഞ്ഞപ്പം രക്ഷിച്ചില്ല. ആ സമയത്ത് ജലജ പറഞ്ഞു, രക്ഷിക്കണ്ടെന്ന് പറയാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും രക്ഷിക്കായിരുന്നേ. അല്ലെങ്കിലും നിന്റെ ഭർത്താവിനെ എന്റെ മോനെ രക്ഷിക്കാനായിട്ട് ഇവർക്ക് ആർക്കും താല്പര്യമില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ചേച്ചി വെറുതെ കാര്യം അറിയാതെ കിടന്ന് ഇങ്ങനെ സംസാരിക്കരുത്. ദേ നീ മിണ്ടല്ലേ. അല്ലെങ്കിലും എനിക്കറിയാം പണ്ട് തൊട്ടേ നീയും നന്ദും തമ്മിൽ അടുപ്പെന്ന്. പക്ഷേ ഉണ്ടല്ലോ, എന്നോട് വേണ്ടത് ഇപ്പൊ ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ എന്റെ അനുജിത്തിമാരല്ലെന്ന്. പണ്ടേ നിങ്ങൾ രണ്ടുപേരുമായിരുന്നു. നീ പറയുന്ന എന്തും അവൾ അനുസരിക്കും. നിന്നോട് ഞാൻ പറഞ്ഞ നന്ദൂരോടൊന്ന് പറയാനായിട്ട്, പക്ഷെ നീ അത് അനുസരിച്ചില്ല. അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ എന്തിനാ അങ്ങനെ പറയണം? ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. അബി തെറ്റ് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. ഓ, അപ്പൊ നിന്റെ ഭർത്താവോ ഇതിനേക്കാളും വലിയ തെറ്റ് ചെയ്തവനല്ലേ അവന്? എന്നിട്ടോ അവന് ശിക്ഷിക്കാൻ എന്തേലും നീ മുതിർന്നോ? ഇല്ലല്ലോ. ഇത് കേട്ടപ്പോ ദേവേനി പറഞ്ഞു, നവിയെ നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. പിന്നെ അമ്മായി കൂടുതൽ പറയുമൊന്നും വേണ്ട. അല്ല, ഇവിടെ ചന്തു എന്ന് പറയുന്നൊരു പെങ്കൊച്ചു വന്നതിന് ശേഷം എന്റെ മോനെ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അതിനെ ഒന്ന് കൊഞ്ചിക്കാനോ എടുക്കാനോ ആരെങ്കിലും വരാറുണ്ടോ? അപ്പോഴേക്കും നയന പറഞ്ഞു, ഞാൻ എടുക്കാൻ വന്നാലും ചേച്ചി അതിന് സമ്മതിക്കാറില്ലല്ലോ. പിന്നെ ഞാൻ സമ്മതിക്കാറില്ല പോലും, ഇനി ഒട്ടും സമ്മതിക്കത്തില്ല. എന്റെ മോന്റെ അടുത്തേക്ക് പോലും വന്നേക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്താണല്ലോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ പോകുന്നുള്ളൂ. ഇവിടെ രണ്ടടുപ്പ് തന്നെയാ. ആ സമയം ജലജ പറഞ്ഞു, മോളെ നീ ഒരു കാര്യം ചെയ്യാം, ആ തക്കാളി എടുത്തുനിന്ന് കഴുകാൻ പറയണം. അങ്ങനെ നവ്യ തക്കാളി കഴുകാൻ പോയി. ആ സമയം ദേവേനി നയനോട് പറഞ്ഞു, മോള് പൊയ്ക്കോ അടുക്കളയെന്ന് പറയണം. വേണ്ടമ്മ, ഞാനും കൂടെ സഹായിക്കാം. മോള് ചെന്നാ ജാനകിയോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഞാനും ജാനകിയും ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നയനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. ജലജ ഇങ്ങനെ ഒരു ക്രൂരമായ ആനന്ദത്തോട് കൂടിയിട്ട് ദേവേനെ ഇങ്ങനെ പതുക്കെ ഒളുകണ്ടിട്ട് നോക്കുവാണ്. ജലജയ്ക്ക് സന്തോഷമായി. കാരണം നവ്യ തങ്ങളോടൊപ്പം ചേർന്നിരിക്കുന്നു. ഇനി കാര്യങ്ങളൊക്കെ ഒന്നുകൂടി എളുപ്പമാവും എന്നൊരു ചിന്ത ജലജയുടെ മനസ്സിലുണ്ടായി. ആ സമയം നരസിംഹ വക്കീലും മകളും കൂടെ നവീന്റെ അമ്മയും കൂടെ സംസാരിക്കുകയാണ്. അപ്പൊ നവീന്റെ അമ്മ കുറെ ഫോട്ടോസൊക്കെ നരസിംഹനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇത് കണ്ടോ, ഇതൊക്കെ നല്ല പെൺകുട്ടികളല്ലേന്ന് ചോദിച്ചു. അതെ, പക്ഷെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല, അവനും കൂടെ ഇഷ്ടപ്പെടേണ്ടെന്ന് ചോദിക്കുക. അപ്പോഴേക്കാണ് സഹദേവൻ അങ്ങോട്ട് വരുന്നത്. അതെ, ഇതിങ്ങനെ കണ്ടിട്ടൊന്നും കാര്യമില്ല. അതെ, അവനും കൂടെ പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നവീൻ അങ്ങോട്ടേക്ക് വന്നു. നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നരസിംഹ പറഞ്ഞു, എടാ എത്ര പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു, നിനക്ക് ഒന്നെങ്കിലും ഇഷ്ടപ്പെട്ടോ? അത് പിന്നെ മുത്തശ്ശ, നല്ല പെൺകുട്ടികളൊന്നും കാണിക്കാത്തോണ്ടല്ലേ. അപ്പോഴേക്കും നവീന്റെ അമ്മ പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന്, എത്ര പെൺകുട്ടികളുടെ ഫോട്ടോ കാണിച്ചു. അത് കേട്ടപ്പോ നവീൻ ചിരിച്ചു. ഈ സമയത്ത് നവീന്റെ അമ്മ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കണ്ട് ആൺകുട്ടികളുടെ ബൈക്കിന് പിന്നാലെ കയറുന്ന പെൺകുട്ടികളൊക്കെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തേലും വന്നിട്ടുണ്ടോ? അപ്പോഴേക്ക് നവീൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് വല്ല അഡ്വക്കേറ്റ്സിനെയോ അല്ലെങ്കിൽ പോലീസ് ഓഫീസർമാരെ നോക്കിയാലോ? അതാകുമ്പോ എങ്ങനെയുണ്ട്? അതാകുമ്പം കൊള്ളാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് അമ്മ ഉണ്ടാകത്തില്ല. പിന്നെ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്ന സമയത്ത് ഞാൻ ഈ വീട്ടിലുണ്ടാവത്തില്ലെന്ന് പറഞ്ഞു. ഇത് കേട്ടതും മുത്തശ്ശൻ പറഞ്ഞു, എന്റെ മോളെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയാ ശരിയാവുന്നേ? ശരിക്കും പറഞ്ഞ പണ്ടത്തെ കാലമൊന്നും അല്ല ഇപ്പം. കല്യാണത്തിന് മുമ്പ് നിനക്ക് നേരെ ഒരു സൈക്കിൾ പോലും ചവിട്ടാൻ അറിയത്തില്ലായിരുന്നു. കല്യാണത്തിന് മുമ്പെന്നല്ല, കുട്ടിക്കാലത്ത് പോലും. പിന്നെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ ബൈക്കും സ്കൂട്ടിയും ഒക്കെ ഓടിച്ചു പോകുന്നവരാ. പിന്നെ നീ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെങ്ങനെ ശരിയാവും? ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം തൻ്റെ ഇടം കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയം നവീൻ പറഞ്ഞു, അതെ അമ്മയോട് തർക്കിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. മൂർത്തി മുത്തശ്ശന്റെ അടുത്തേക്ക് പോണം. അവിടെ എനിക്ക് വേണ്ടിയിട്ട് ഇന്നൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട്. കാര്യം പറഞ്ഞാല് അനിയാണെങ്കിലും ആദർശനൊക്കെ ആണെങ്കിലും എന്നെ വിളിച്ച് വിരുന്ന് തന്നാ. പക്ഷെ അതൊന്നും പോരാ. വീട്ടിൽ ചെന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കണമെന്ന് അവര് പറയണേ. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോകുക എന്ന് പറഞ്ഞു. അങ്ങനെ നവീൻ അങ്ങോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് മുത്തശ്ശനോട് ചോദിച്ചു, മുത്തശ്ശൻ വരുന്നുണ്ടോ? എനിക്ക് ക്ഷണമൊന്നുമില്ല. ഓ, അവിടെ വരുന്നതിന് മുത്തശ്ശന് ക്ഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല. എന്നാലും ഇപ്പൊ നീ പോയിട്ട് വാ, ഞാൻ വരുന്നില്ല എന്ന് പറയണ. അങ്ങനെ നവീൻ അങ്ങോട്ട് പോയി. ആ സമയത്ത് നരസിംഹ മുത്തശ്ശൻ മോളോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറയാം, അവന്റെ കല്യാണം നടക്കണമെങ്കിലേ നിങ്ങൾ രണ്ടുപേരും കൂടെ തമ്മിൽ ഒരുമയെ പോണം, എങ്കിൽ മാത്രമേ നടക്കുള്ളൂ. ഇതിപ്പോ അമ്മയ്ക്ക് ഒരിഷ്ടം മോനൊരിഷ്ടം ഇങ്ങനെ പോയിട്ടുണ്ട്, ഒരിടത്തും എത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് ജലജ അബിയെ കാണാൻ ജയിലിലേക്ക് വന്നു. ഈ സമയത്ത് അബി വന്നിട്ട് ചോദിച്ചു, എന്തായി അമ്മ കാര്യങ്ങള്? അമ്മ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നോ? എടാ, ആ പൊടിക്ക് വീര്യം കുറവായിരുന്നു തോന്നേ, അവൾക്ക് അത് ഏശിയില്ല എന്ന് പറയണം. അത് കേട്ടപ്പോ അബിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അബി കൈയൊക്കെ കുടയാണ് എന്നൊക്കെ പറഞ്ഞോണ്ട്
നീ പേടിക്കണ്ട മോനെ, ഇപ്പൊ നവ്യ അതിനേക്കാളും വീര്യം കൂടി നമ്മളോടൊപ്പം ഉണ്ടെന്ന് പറയണം. അവള് എന്താണെങ്കിലും ആ വീട്ടിലൊരു കലക്ക് കലക്കുമെന്ന് പറഞ്ഞു. അമ്മേ, ഒരു കാര്യം ചെയ്യണം, അവളെ മാക്സിമം ചൂട് പിടിപ്പിക്കണം. ആ കുടുംബത്തിലുള്ള ഒന്നിനെ നമുക്ക് ഇഷ്ടമില്ല. ഈ പറയുന്ന നവ്യനെ അതുപോലെ തന്നെയാ. നവ്യെ നമ്മളോട് ഇപ്പം കൂടെ നിർത്തണം. പിന്നെ അവൾക്കിട്ടുള്ള പണി നമുക്ക് കൊടുക്കാം. തൽക്കാലത്തേക്ക് ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. ഈ സമയത്ത് ചെലജ പറഞ്ഞു, എടാ മോനെ, നിന്നെ ഈ വിധത്തിലാക്കിയൊരു ഒന്നിനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. നീയും കൂടെ പുറത്തേക്ക് ഇറങ്ങി വാ. നമുക്ക് ചില പ്ലാനുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അന്നാ പാമ്പ് അവളെ കൊത്തുമായിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോകാനും. പക്ഷെ അത് സംഭവിച്ചില്ലോ. ഇപ്പൊ എന്താണെങ്കിലും നവ്യയുടെ ഏറ്റവും വലിയ ശത്രുക്കള് നന്ദു ആദർശവാ. അതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പത്തിലാവുന്നുണ്ട്. ആ സമയത്ത് അഭി പറഞ്ഞു, അതങ്ങനെ തന്നെ വേണോ അമ്മേ. അവളുടെ വിചാരിച്ചാലും ഇനി പലതും നമുക്ക് നേടിയെടുക്കാണ്ട് സാധിക്കുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അഭി ഭയങ്കര സന്തോഷത്തോടുകൂടിയിട്ട് ജലജയോട് പറയാണ്. ഇതേ സമയം നവീന്റെ അമ്മ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നരസിംഹ വക്കീൽ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നവീന്റെ അമ്മ പറഞ്ഞു, അതെ അച്ഛൻ ഒരു കാര്യം ചെയ്യാം, ആ മൂർത്തി സാറിനെ ഒന്ന് വിളിക്കാൻ പറയണ. അതെന്തിനാ? അല്ല, മൂർത്തി സാറിനെ വിളിച്ചു പറ. ഒരു പക്ഷേങ്കിൽ അവൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ അവനോട് ചോദിക്കാൻ പറ. അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുച്ചുണ്ടെന്ന് തോന്നേ, അതാരാ എന്താന്നൊക്കെ. ശരി ശരി, ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. അങ്ങനെ നരസിംഹ വക്കീൽ മൂർത്തി മുത്തശ്ശനെ വിളിക്കുകയാണ്. മുത്തശ്ശൻ വിളിച്ചു കഴിഞ്ഞപ്പോ കോൾ എടുത്തു. അപ്പൊ മുത്തശ്ശൻ ചോദിച്ചു, അല്ല എന്തൊക്കെയുണ്ട് നരസിംഹ വിശേഷങ്ങള്? നിനക്ക് ഇങ്ങോട്ടേക്കൊന്നും ഇറങ്ങാൻ പാടില്ലായിരുന്നോ? അതൊക്കെ നമുക്ക് പിന്നെ വരാം. ഇപ്പൊ ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച. അതെന്താ? എന്റെ കൊച്ചുമോൻ അങ്ങോട്ട് വരുന്നുണ്ടല്ലോ, നവീന്. ആ അത് ശരിയാ, വരുന്നുണ്ട്. അവന് ഞങ്ങളിവിടെ ട്രീറ്റ് ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ അവൻ വരുമ്പോഴേ അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടിയുണ്ട്. അതാരാന്ന് ചോദിച്ചറിയണമെന്ന് പറയാ. പെൺകുട്ടിയോ? അതെ. അവൻ ആരാ എന്തോന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവന്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ. തന്റേടികളായ പെൺകുട്ടികളൊന്നും വീട്ടിലേക്ക് കയറ്റില്ലെന്ന് പറഞ്ഞോണ്ടാ ഇരിക്കുന്നേ. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ പെൺകുട്ടികളെ ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടാ. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ. അതിപ്പോ നമുക്ക് ചുഴന്നു നോക്കാൻ പറ്റുന്ന കാര്യമാണോ? പെൺകുട്ടികളുടെ സ്വഭാവമൊക്കെ അതൊന്നും പറ്റുന്ന കാര്യമില്ല. പിന്നെ അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാലും ചോദിച്ചറിയാം. നോക്കട്ടെ, അതിനെ ഓർത്ത് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കണ്ട. അവന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പെൺകുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് അന്വേഷിച്ചറിഞ്ഞ് നമുക്ക് കല്യാണമൊക്കെ നടത്താന്ന് പറയണം. അത് കേട്ടപ്പം നരസിംഹ വക്കീലിനും സന്തോഷമായി. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം മുത്തശ്ശിയോട് പറഞ്ഞു, നവീന്റെ മനസ്സിൽ ഏതോ ഒരു പെങ്കൊച്ചുണ്ടെന്ന്. അത് നമ്മൾ ചോദിച്ചറിയണം പോലും. അങ്ങനെ അറിഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് അവന്റെ കല്യാണം നടത്തണമെന്നാ നരസിംഹം പറയണേ. അത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അതെ, നമ്മളും അതിനെല്ലാത്തിനും കൂടെ നിൽക്കണം. മുത്തശ്ശൻ പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ ജലജയും അഭി നവ്യം കൂടുവോന്ന് എനിക്കറിയത്തില്ല. അത് നമ്മൾ കാര്യമായിട്ട് എടുക്കണ്ട. അവരെന്താന്ന് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ ആ ഒപ്പം നിൽക്കണം. അത് മാത്രല്ല, വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ എന്തേലും ചെയ്യണമെന്ന് പറയണം. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ആദർശ് പറഞ്ഞിരിക്കുന്നേ പെണ്ണിന് വേണ്ടുന്ന സ്വർണ്ണം, മാല ഉൾപ്പെടെയുള്ള സ്വർണ്ണാഭരണങ്ങൾ നമ്മൾ കൊടുക്കണമെന്ന് പറയുന്നേ. കാരണം നവീൻ അത്രയെങ്കിലും നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന്. അതുപോലെ വലിയൊരു സഹായമല്ലേ അവൻ ചെയ്തിരിക്കുന്നേ. അത് ശരിയാ. പിന്നെ ഒരു കാര്യമുണ്ട്, അവന് നല്ലവനാണ്. അത്യാവശ്യം ജോലിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല തിരക്കുള്ളൊരു വക്കീലുമാണ്. പിന്നെ നല്ലൊരു പെൺകുട്ടി വന്നാൽ മതിയായിരുന്നു. അവന്റെ അമ്മയ്ക്കാണെങ്കിൽ തൻ്റെ അവിടെ ഉള്ള പെൺകുട്ടിയൊന്നും വേണ്ട, സാധാ ഒരു പെൺകുട്ടി മതി എന്നാ പറയണേ. മുത്തശ്ശി പറഞ്ഞു, ഇന്നത്തെ കാലത്ത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആഗ്രഹിക്കും. പക്ഷെ അങ്ങനെയുള്ള പെൺകുട്ടികളെയൊക്കെ കണ്ടു കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറയണം. മുത്തശ്ശൻ പറഞ്ഞു, നമുക്ക് നോക്കാം. അവന് വേണ്ടി വിധിച്ചിരിക്കുന്ന ആരെയാണെന്ന് നോക്കാന്നൊക്കെ മുത്തശ്ശനും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ നവീന് അങ്ങനെ വീട്ടിലേക്ക് വരുവാണ്. ആ സമയത്ത് അനി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. നവീനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അനു, ആഹാ നീ വന്നോന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും നയനെ അങ്ങോട്ട് വന്നു. ആ സമയത്ത് നവീൻ പറഞ്ഞു, ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. എനിക്ക് അത്യാവശ്യം ട്രീറ്റ് ഒക്കെ തന്നല്ലേ, ഇനി എന്തിനാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിൽ വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരം തരണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, എന്നാലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. വാ ഞാൻ ജ്യൂസ് എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. നയന ഇപ്പൊ വേണ്ട എടുത്തിന്ന് പറയണ. അപ്പോഴേക്കും അനി പറഞ്ഞു, അതെ ഊണിന്റെ സമയമായില്ലേ, ഇനിയിപ്പോ ഊണ് കൊടുക്കാം. ഊണ് കൊടുത്തതിന് ശേഷം ഒരു നല്ല കുറച്ച് പച്ചമോരും കൂടെ തരാം. അത് പോരേന്ന് ചോദിക്കണം. പിന്നെ പോരേന്നോ? അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ആ സമയത്ത് നയന പറഞ്ഞു, അല്ല അനിയുടെ കേസിന്റെ കാര്യം. അതോ ഏട്ടത്തി, അതിനിയിപ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കേസ് വിളിക്കുമെന്ന് പറയണ. എന്നാലും അനിക്ക് ഡിവോഴ്സ് കിട്ടുമായിരിക്കും. കുറച്ച് ലേറ്റ് ആകുമായിരിക്കും ചിലപ്പോൾ. ഇപ്പൊ തന്നെ കേസ് മാറ്റി വെച്ചിരിക്കുന്ന പ്രധാന കാരണം അനാമയ്ക്ക് ഇവനോടൊപ്പം ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാ. രണ്ടുപേർക്കും ട്രീറ്റിംഗ് ചെയ്യാനായിട്ട് കുറച്ച് സമയം കൊടുത്തിരിക്കുക. എന്നാലും സാരമില്ല, അവസാനം ഇവന് ഡിവോഴ്സ് കിട്ടുക തന്നെ ചെയ്യും. ആ കാര്യം ഒന്ന് ഓർത്ത് ചേച്ചി പേടിക്കണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നയനോട് സമാധാനിപ്പിക്കുകയാണ്. അത് കേട്ടപ്പോൾ അനി പറഞ്ഞു, അതൊക്കെ പിന്നെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് നീയല്ലേടാ വാദിക്കാനായിട്ട് നിൽക്കുന്നേ, അതുകൊണ്ട് എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ സന്തോഷത്തോടെ അങ്ങോട്ട് കയറി പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.